الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, തബാറക സൂറത്തിലെ 12-ാം സൂക്തമാണ് നമ്മളിവിടെ ഓതി വച്ചത്. ഈ സൂറത്തിൽ വിശ്വാസികൾക്ക് അല്ലാഹു പറയുന്ന വലിയ ലക്ഷണമാണ് ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. എപ്പോഴും മുഅ്മിനീങ്ങളായ നമ്മിൽ കാണേണ്ട, നമ്മിൽ ഉണ്ടാവൽ അനിവാര്യമായ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഈ എണ്ണിയത്. അതിനെ അടിസ്ഥാനപ്പെടുത്തി വിലയിരുത്തി ദുനിയാവിലെയും ആഖിറത്തിലെയും രണ്ട് വീട്ടിലെയും വിജയം തീരുമാനിക്കാൻ കഴിയും. ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. നമ്മിൽ ഓരോരുത്തരിലും അതിൻ്റെ അളവ് എത്ര കണ്ട് ഉണ്ട് എന്ന് ചിന്തിക്കുന്നതോടൊപ്പം ആ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ ബോധവാന്മാരാവുകയും നല്ലവണ്ണം ചിന്തിക്കുകയും ആ അടയാളം നമ്മിൽ ഉണ്ടായിത്തീരാൻ അനിവാര്യമായ കാര്യങ്ങളുമായി ബന്ധപ്പെടുകയും വേണം. അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. തീർച്ചയായും അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, റബ്ബിനെ ഭയക്കുന്ന ആളുകൾ, രക്ഷിതാവിനെ പേടിക്കുന്ന ആളുകൾ, മുഅ്മിനീങ്ങളെ പറ്റിയാണ്. ബിൽ ഗൈബി, അദൃശ്യമായ നിലക്ക്. ആ അദൃശ്യം എന്ന വാക്കിന് ഒരുപാട് വിശദീകരണങ്ങൾ മഹാന്മാർ നൽകിയിട്ടുണ്ട്. അള്ളാഹുവിനെ പേടിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? എന്തിനാണ് നാം അള്ളാഹുവിനെ പേടിക്കുന്നത്? അള്ളാഹുവിനെ ഒട്ടും ഭയക്കാതിരുന്നാൽ ഇവിടെ എന്ത് കുറയാനാ നമുക്ക്? തീരെ അള്ളാഹുവിനെ ഒരു മിനിറ്റ് പോലും വഴങ്ങാത്ത ആളുകളും എത്ര സുഖത്തോടെ ഇവിടെ കഴിയുന്നുണ്ട്. പക്ഷെ വിശ്വാസികളുടെ ലക്ഷണം അങ്ങനെയല്ല. അവർ തീർത്തും അള്ളാഹുവിനെ ഭയപ്പെടും. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. അള്ളാഹുവിനെ ഭയക്കുക എന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ അദാബ് പേടിക്കുക എന്നാണ്. അള്ളാഹുവിൻ്റെ അദാബ് പേടിക്കുന്നവർ, ആ അദാബിൽ ഏറ്റവും വലിയ അദാബാണ് ഖിയാമത്ത് നാളിലെ അദാബ്. നമ്മുടെ മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഒരു മനുഷ്യൻ ചിത്രീകരിച്ചാൽ എത്തുന്നതിലപ്പുറമാണ് ഖിയാമത്ത് നാളിലെ അദാബ്. തൊട്ടു മുന്നിൽ നമ്മൾ പറഞ്ഞത് നരകത്തിൻ്റെ ശിക്ഷയെപ്പറ്റിയാണ്, നരകത്തിൻ്റെ ഭീകരമായ അവസ്ഥയെപ്പറ്റി. അതുമാത്രം എത്ര വലുതാണ്. അപ്പോൾ ആ നരകത്തെ പേടിച്ച് കഴിയുന്ന ആളുകളാണ്. ഖിയാമത്ത് നാളിലെ വലിയ അദാബ് എന്ന് പറഞ്ഞാൽ നരകശിക്ഷയാണ്.
അതിന് മുന്നോടിയായിട്ട് ഒരുപാട് ഭീകരമായ അവസ്ഥകളുണ്ട്. അവിടെയൊക്കെ ഈമാനുള്ളവർക്ക്, ഖശ്യത്തുള്ളവർക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അപ്പം മഹ്ശറിലെ നൃത്തം വല്ലാത്തൊരു സംഭവമാണ്. നമ്മൾ ഇവിടെ ചെറിയൊരു കാര്യത്തിന് വേണ്ടി കൂടുതൽ സമയം നിൽക്കേണ്ടി വന്നാൽ എത്ര ബുദ്ധിമുട്ടും. അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഒരു ചെറിയ രേഖ, ഒരു കടലാസ് ശരിയാകുന്നതിന് വേണ്ടി 2-3 മണിക്കൂർ നേരം നിൽക്കേണ്ടി വന്നാൽ നമ്മുടെ മനസ്സിൽ വരുന്ന വിഷമവും മടുപ്പും എത്രയാണ്. ഹിസാബിന് വേണ്ടി, അല്ലാഹു തആലാന്റെ ഉത്തരവിന് വേണ്ടി നീണ്ട നേരം നിൽക്കുന്ന ആ നൃത്തം സത്യത്തിൽ ഒരു വലിയ അദാബ് തന്നെയാണ്. ആ നൃത്തത്തിൻ്റെ ആ ദിവസത്തിൻ്റെ ദൈർഘ്യം കൂടി കേൾക്കുമ്പോൾ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണത്. ഫിയോമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സനത്തിൻ, 50,000 കൊല്ലത്തെ ദൈർഘ്യമുള്ള ദിവസം എന്ന് പറയുമ്പോൾ എത്ര വലുതാണ്. 24 മണിക്കൂറിൽ ഒരു 2 മണിക്കൂർ നേർക്കുനേരെ നിൽക്കാൻ പറ്റാത്ത നമ്മൾ ഹിസാബിന് വേണ്ടി ഇത്രയും അധിക നേരം, അള്ളാഹുവിൻ്റെ ഒരു ഖലാഇന് വേണ്ടി, ഫസ്ൽ ഖലാഇന് വേണ്ടി ഇത്രയും നേരം നിൽക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്തല്ലേ. എത്രമാത്രം വലുതാണ് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ. നരകത്തിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റാത്തതാണ്. അത്രയും ഭീകരമായൊരവസ്ഥയാണ് അള്ളാഹു നരകത്തെ സംവിധാനിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നരകത്തിൻ്റെ യഥാർത്ഥ രൂപം, ഒരു ഫോട്ടോയല്ല, യഥാർത്ഥ രൂപം തങ്ങൾ കണ്ടപ്പോൾ കാല് പിറകോട്ട് വെച്ചു എന്ന് ഹദീസിൽ കാണാം. മദീനത്തെ പള്ളിയുടെ മിഹ്റാബിൽ നരകവും സ്വർഗവും തങ്ങൾക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തു. ഉരിലത്ത് അലയ്യൽ ജന്നത്തു വന്നാറു ആനിഫൻ. നിസ്കരിക്കും സ്വഹാബത്ത് കാണുന്നത് ആദ്യഘട്ടത്തിൽ കാല് മുന്നോട്ട് വെച്ച് തങ്ങളിങ്ങനെ കൈ പൊക്കുന്ന ഒരു രംഗം കണ്ടു. കൈ ഇങ്ങനെ പൊക്കി, അവർക്കൊന്നും മനസ്സിലായില്ല, നിസ്കാരത്തിലല്ലേ. ആ കൈ തായോട്ട് നേരെ തന്നെ വെക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ മുന്നോട്ട് വെച്ച കാല് ഒന്ന് പിറകോട്ട് വെച്ച് ഒരടി കൂടി പിറകോട്ട് നിൽക്കുന്ന ഒരു രൂപം കണ്ടു. ഇത് രണ്ടും കണ്ട സ്വഹാബ നിസ്കാരം കഴിഞ്ഞ ശേഷം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉരിലത്ത് അലയ്യൽ ജന്നത്തു വന്നാർ, എനിക്ക് നരകവും സ്വർഗവും പ്രദർശിപ്പിക്കപ്പെട്ടു. നന്നായി എൻ്റെ മുന്നിൽ അല്ലാഹു വെളിവാക്കി തന്നു. സ്വർഗം കണ്ടപ്പോൾ ഫറഅയ്തു ഇൻഖൂദൻ, സ്വർഗത്തിലെ മുന്തിരിക്കൊലകളൊക്കെ തൂങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടപ്പോൾ അതൊന്ന് എടുക്കാം എന്ന് മോഹിച്ചുകൊണ്ട് ഞാൻ കൈയൊന്ന് ഉയർത്തിയതാണ്. പിന്നെ വേണ്ടാന്ന് വെച്ചു, അതിൻ്റെ ടൈം ആയില്ലല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ എടുക്കാൻ വേണ്ടി പോയാൽ കിട്ടും. സ്വർഗത്തിലെ മുന്തിരിക്കൊലകളൊക്കെ ഇവിടെ തന്നെ പലർക്കും കിട്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു തആല കൊടുത്ത, തടവിലായ സമയത്ത് കൊടുത്ത പ്രത്യേക ഭക്ഷണം സ്വർഗത്തിലെ മുന്തിരിയാണല്ലോ. ഹാരിത്തിന്റെ പെൺമക്കളിൽപ്പെട്ട സൈനബ് എന്ന പെണ്ണ് പറഞ്ഞു, മാ റഅയ്തു അസീറൻ ഖത്തു ഖൈറൻ മിൻ ഖുബൈബ്. ഖുബൈബ് റളിയല്ലാഹുവിനെ പോലെ നല്ലൊരു തടവുകാരനെ ഞാൻ കണ്ടിട്ടില്ല. നല്ല മനുഷ്യനാണ് അദ്ദേഹം, നല്ല സ്വഭാവക്കാരനാണ്. അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി എൻ്റെ സഹോദരന്മാരൊക്കെ തീരുമാനമെടുത്തപ്പോൾ ഒരു കത്തി വാങ്ങി ശരീരത്തിൽ നിന്ന് കളഞ്ഞു ഒഴിവാക്കേണ്ട രോമങ്ങളൊക്കെ വടിച്ച് വൃത്തിയാക്കി അന്ത്യയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങാണ്. കത്തി കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ചെറിയ ഒരു കുട്ടി അങ്ങോട്ട് ഓടിച്ചെല്ലുന്നത്. അപ്പൊ ഈ ചെറിയ കുട്ടിയോടുള്ള വാത്സല്യം കൊണ്ട് അതിനെ മടിയിലിരുത്തി ആ കുട്ടി എങ്ങനെ തലോടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിത് കണ്ട് പേടിച്ചു. വലത്തെ കയ്യിൽ കത്തിയാണ്, ഇടത്തെ കയ്യിൽ ഈ കുട്ടി എങ്ങനെ കാലിൻ്റെ തൊടയുടെ മേൽ വെച്ചിങ്ങനെ ലാളിക്കുകയാണ്. എൻ്റെ കയ്യിൽ കത്തി കണ്ടപ്പോൾ ഞാൻ പേടിച്ചത് കൊണ്ടായിരിക്കും എന്നോട് ഖുബൈബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ ഈ കുട്ടിയെ കൊല്ലുന്ന് നിനക്ക് പേടിയുണ്ടോ? കാരണം ഞാനിപ്പോൾ ഒരു പ്രതിയാണ്, തടവുകാരനാണ്, ഞാൻ ഈ കുട്ടിയൊന്നും ചെയ്യൂല.
എൻ്റെ കുട്ടിയെപ്പോലത്തൊരു കുട്ടിയല്ലേ ഇത്, ഈ കുട്ടിയൊന്നും ചെയ്യൂല. വേണമെങ്കിൽ ആ കുട്ടി എന്തെങ്കിലും ചെയ്യാമായിരുന്നു, പക്ഷെ ഞാനൊന്നും ചെയ്യൂല, അത് കുട്ടിയല്ലേ. എന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു, തടവിലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് യഅ്കുലു മിൻ ഖിതഫി ഇനബിൻ, മുന്തിരിക്കൊലയിൽ നിന്ന് അദ്ദേഹം ഭക്ഷിക്കുന്നത് ഞാൻ ഇടക്കിടക്ക് പോയി നോക്കുമ്പോൾ കാണാറുണ്ട്. വമാ ബി മക്കത്ത മിൻ തമറ, മക്കയിൽ അന്ന് അങ്ങനെ പഴം കിട്ടുന്ന കാലം അല്ല, മുന്തിരി കിട്ടുന്ന കാലം അല്ല അത്. വഇന്നഹു ലരിസുഖുൻ റസഖഹുല്ലാഹു ഖുബൈബ, അത് ഖുബൈബ് റളിയല്ലാഹുവിന് അല്ലാഹു നൽകിയ പ്രത്യേക ഭക്ഷണമാണ്, സ്വർഗത്തിലെ ഭക്ഷണം. സ്വർഗത്തിൽ നിന്ന് ഡയറക്റ്റായി ഇറക്കിക്കൊടുത്ത മുന്തിരിക്കൊല അത് തിന്നുന്നുണ്ട്. അങ്ങനെ വെള്ളം കിട്ടിയിട്ടുണ്ട് എന്ന് പറയല്ല, അത് കണ്ണോട് നോക്കി കാണുകയാണ്. അങ്ങനെ പക്ഷെ അനുമാനത്തിന് വേണ്ടി നമ്മളെ കൂട്ടത്തിൽ പലരും പറയും, ഇപ്പൊ സ്വർഗത്തിലെ വെള്ളം കുടിച്ചാൽ ഞാൻ വരുന്നൊക്കെ പറയും. ഇതല്ല, ഇത് സ്വർഗത്തിൽ നിന്നുള്ള മുന്തിരിക്കൊല എടുത്ത് പറിച്ച് തിന്നുന്നത് കാണുകയാണ്. കാണുന്നത് തന്നെ നോക്ക് നിങ്ങൾ, വിശ്വാസിയല്ലാത്ത പെണ്ണാ കാണുന്നത്. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ഖുബൈബ് നല്ല ആളാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്, മക്കയിൽ ഒരിക്കലും ആ കിട്ടാത്ത പഴം അള്ളാഹു സ്പെഷ്യലായിട്ട് ഖുബൈബിന് കൊടുത്തല്ലോ. ഖുബൈബ് റളിയല്ലാഹു അൻഹു നല്ല മനുഷ്യനാണ്, നല്ല ആളാണ്. മുന്തിരിക്കൊല കണ്ടപ്പോൾ തങ്ങൾ എടുക്കാൻ പോയി. രണ്ടാമത് എന്തേ നബിയെ തങ്ങൾ കാല് പിറകോട്ട് വെച്ചിങ്ങോട്ട് നിന്നത്? അതൊന്നുമല്ല, നരകം കണ്ടപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നരകം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത പേടിയായി പോയി. ഒരിക്കലും ആ നരകത്തിന്റെ ഒരു ചൂടോ, നരകത്തിന്റെ ഒരു ഹാവിയോ, നരകത്തിന്റെ ഒരു കാറ്റോ, നരകത്തിന്റെ ഒരു മണമോ, ഇതൊക്കെ നരകത്തിലുണ്ട്. ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന മണം നരകത്തിലാണ്. ഏറ്റവും കൂടുതൽ ചൂടുള്ള ഹാവി പോകുന്നത് നരകത്തിലാണ്. ഏറ്റവും വലിയ തീപ്പൊരി നരകത്തിലാണ്. ചൂടാറാതെ ഒരിക്കലും തായോട്ട് വീഴുമ്പോൾ അത് കെട്ടുപോകാത്ത പൊരിയല്ലേ നരകത്തിലെ തീപ്പൊരി. ഇന്നഹാ തർമി ബി ശററിൻ കൽ ഖസുർ, അള്ളാഹു പറഞ്ഞു, കൊട്ടാരം പോലത്തെ തീപ്പൊരികളെയാണ് നരകം തുപ്പുന്നത്. നരകം പുറത്തേക്ക് തുപ്പിക്കളയുന്നത്, എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ശററിൻ കൽ ഖസുർ, കൊട്ടാരം പോലത്തെ തീപ്പൊരി എന്ന് പറഞ്ഞാൽ എത്ര വലിയ പൊരിയാണ്. നമ്മൾ കരുതും തീപ്പൊരി പൊന്തി താഴ്ത്ത് വീഴുമ്പോ കെട്ടുപോകൂല. ഏറ്റവും കൂടുതൽ ശല്യക്കാരായ മുഴുവൻ ജീവികളെയും അള്ളാഹു കേന്ദ്രീകരിച്ചിരിക്കുന്നത് നരകത്തിലാണ്. കുല്ലു മുഅ്ദിൻ ഫിന്നാർ, ദുനിയാവിൽ എന്തെല്ലാം ശല്യം ചെയ്യാൻ പറ്റിയ നമ്മളൊക്കെ പേടിച്ചോടുന്ന ജീവിയുണ്ടോ അതൊക്കെ അവിടെ ഉണ്ട്. ഒരു പുലി ഇറങ്ങിയാൽ അത് ഇന്നലെ രാത്രിയാണ് വാട്സാപ്പിൽ വാർത്ത കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോ ഇവിടെ എത്തുമോ ക്ലാസ്സിന്? അത് നമ്മുടെ പാലത്തിന്റെ അടുത്തുള്ള ചിത്ര കണ്ടതെങ്കിൽ നമ്മളാരും ഡയറക്റ്റ് കണ്ടിട്ടില്ല. അത്തരത്തിലുള്ള എന്തെല്ലാം ജീവികൾ ഇവിടെ ശല്യം ചെയ്യുന്നതുണ്ട്, അതൊക്കെ നരകത്തിലുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ആ നരകത്തിന്റെ ഭയാനകത ഓർത്തിട്ടാണ് കാലിങ്ങോട്ട് പിറകോട്ട് വെച്ചത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ഭയക്കണം. അതുകൊണ്ടാണ് യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് എന്നിടത്ത് തഫ്സീർ എഴുതിയത്, അള്ളാഹുവിന്റെ അദാബിനെ ഭയക്കുന്നവർ റബ്ബിനെ പേടിക്കുക എന്നതിന്റെ അടയാളമാണ് റബ്ബിന്റെ അദാബിനെ പേടി. ഖിയാമത്ത് നാളിലെ അദാബാണ് അതിൽ മുഖ്യമായ അദാബ്. ആ അദാബ് വിശദീകരിച്ചാൽ തീർക്കാൻ കഴിയൂല, അത്രയും കട്ടിയും ഖനവും അതിനുണ്ട്. നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെടുന്നതിന്റെ മുമ്പ് മഹ്ശറിലുള്ള ഭീകരത തന്നെ ഹൗലു യൗമിൽ ഖിയാമ, അഹ്വാലു യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ഭീകരതകൾ അതൊരു പ്രത്യേക സെക്ഷനാണ്. ഖിയാമത്ത് നാളിലെ ഭീകരതകൾ തന്നെ വേറെയാണ്. അതെല്ലാം ഒരു നൃത്തത്തിൽ ഒതുങ്ങുന്നില്ല, അതിനു മുമ്പ് ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ അവിടെ ഈ പേടിയോടുകൂടെ നടന്ന ആളുകളില്ലേ, പടച്ചോനെ പേടിച്ച് ദുനിയാവിൽ ജീവിച്ച ആൾക്കാർ, റബ്ബിനെ പേടിച്ച് ജീവിച്ച ആൾക്കാർ, അവർക്ക് അതൊക്കെ വളരെ ചെറുതാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നന്നായി അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ആളാണെങ്കിൽ മഹ്ശറിലെ നൃത്തം ഒരു മുഅ്മിൻ അനുഭവിക്കുന്നത് മാബൈന സ്വലാത്തിൽ അസ്രി വൽ മഗ്രിബ്, അസ്റിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയം പോലെയാണ്. അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. മഗ്രിബിന്റെയും അസ്റിന്റെയും ഇടയിലുള്ള സമയം 2 ചില്ലറ മണിക്കൂറല്ലേ ഉള്ളൂ. അത് എത്ര ഉണ്ട് എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. ഇത്രയും വർഷത്തെ
50,000 കൊല്ലത്തെ ദൈർഘ്യം അനുഭവപ്പെടുന്നത് മുഅ്മിൻ ഇങ്ങനെയാണ്. മുഅ്മിനല്ലാത്ത മനുഷ്യൻ അത്രയും അനുഭവപ്പെടുകയാണ്. ഇവിടെയാണ് പേടിക്കേണ്ടത്, അവിടെ അല്ല. അവിടെ എല്ലാവരും പേടിക്കും. അവിടെ പേടിക്കാത്ത ഒരൊറ്റ കുട്ടിയില്ല. അവിടെ എല്ലാവരും പേടിക്കും. ഏറ്റവും അധികം അവിടെ പേടിക്കുന്നത് കാഫിറും മുനാഫിഖുമാണ്. അവർ പേടിക്കും പോലെ ആഖിറത്തിൽ ആരും പേടിക്കൂല. അവിടെ എത്തി. ഇനി ആ പേടിക്കെന്താ കാര്യം? ഇനി ആ നിലവിളിക്കും ആ കരച്ചിലും എന്താ കാര്യം? പേടിക്കേണ്ടത് ഇവിടെയാണ്. ഇവിടെ നിന്നുണ്ടാകേണ്ട ലക്ഷണമാണ് യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, റബ്ബിന്റെ അദാബ് പേടിക്കുക. അല്ലെങ്കിലോ വയൗമൽ മൗത്ത്, മൗത്തിന്റെ നേരത്തുള്ള അദാബ്, അത് പേടിക്കണം. എനിക്ക് മരിക്കാനുള്ളവനാണ് എന്നൊരു പേടി വേണം. അതും അല്ലാഹുവിനെ പേടിയുള്ളതിൻ്റെ ഒരു ഭാഗമാണ്. യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, കാരണം മരണത്തിന്റെ നേരം വിധിയെഴുത്തിന്റെ ഒരു നേരമാണ്. ദുനിയാവിലെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിധിയെഴുത്ത് നടക്കുന്നത് മരണത്തിന്റെ ഘട്ടത്തിലാണ്. അത് നേരത്തെ പേടിച്ച് കഴിയുന്ന ആളുകളാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, എത്ര വലിയ വിഷയമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖശിയത്ത് നോക്ക് നിങ്ങൾ. അതുപോലെ പേടിയുള്ള ഒരു രാജാവും ഇല്ല, ഒരു നേതാവും ഇല്ല, ഒരു അടിമയും ഇല്ല. തങ്ങൾ ചോദിച്ചൊരു ചോദ്യം കാണാം സ്വഹീഹുൽ ബുഖാരിയിൽ. കൈഫാൻ അമൂ, ഞാൻ എങ്ങനെ സുഖിക്കാനാണ്? തങ്ങളെ ചോദ്യമാണ്. അവിടുത്തെ ഖശിയത്താണ്, പേടിയാണ്. കൈഫാൻ അമൂ, ഞാൻ എങ്ങനെ സുഖിക്കാനാണ്? വസ്വാഹിബുൽ ഖർനിയൽ തഖിമു, ഖർനിന്റെ ആള് ഇസ്രാഫീൽ അലൈഹിസ്സലാം, ആ കൊമ്പ് ഊതാനുള്ള ഉപകരണം അതിന്റെ അടുത്തേക്ക് വായിട്ട് അടുപ്പിച്ച് നിൽക്കുന്നു. എപ്പോഴാണോ ഉത്തരവ് വരുന്നത് അപ്പൊ ഊതിക്കോളണം. അതിന് കാത്തിരിക്കുക. ഇസ്രാഫീൽ അലൈഹിസ്സലാം സമയം കാത്തിരിക്കാൻ. എപ്പോഴാണോ ഓർഡർ വരുന്നത് അപ്പൊ ഊതിയേക്കണം, സൂറിൽ ഊതണം. അതിനുവേണ്ടി സമയം കാത്തു കഴിയുന്നു. പിന്നെ ഞാൻ എങ്ങനെ സുഖിക്കാനാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖശിയത്ത് നോക്ക് നിങ്ങൾ. അത് ചെറിയൊരു ചോദ്യമല്ല ചോദിച്ചത്. ഞാൻ എങ്ങനെ സുഖിക്കാനാണ്? അല്ലാഹു തആല നിശ്ചയിച്ച വിഷയങ്ങളെ കുറിച്ചുള്ള ബോധവും പേടിയുമാണ്. നല്ല ബുദ്ധിയും നല്ല ചിന്തയും നല്ല ശേഷിയും ഉള്ള ആളുകൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ രണ്ടാമത് ഉണ്ടാകേണ്ട വിഷയമാണ് ഖൗഫ്. നല്ല ബുദ്ധിയാണോ അവന്റെ ബുദ്ധി? ഖുർആൻ പണ്ഡിതന്മാർ ഇവിടെ വിശദീകരിച്ചു. നല്ല ബുദ്ധിയാണോ ഒരാൾക്ക് അല്ലാഹു കൊടുത്തത്, എന്നാൽ അതിന്റെ രണ്ടാമത്തെ അടയാളമാണ് ഖൗഫുല്ലാ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭക്തിയും ഭീതിയും അയാൾക്കുണ്ട്. റബ്ബിന്റെ ശിക്ഷ ഓർത്തിട്ട് അയാൾ കരയുന്ന മനുഷ്യനാണ്, ചിന്തിച്ച് പേടിക്കുന്ന മനുഷ്യനാണ്, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന മനുഷ്യനാണ്. മൗത്തിന്റെ നേരം ഏറ്റവും അധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നേരം. അതിപ്പോൾ പേടിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയെങ്കിലേ അപ്പോൾ ഉപകാരപ്പെടുകയുള്ളൂ. മൗത്തിന്റെ നേരത്തെക്കുറിച്ച് നല്ലൊരു ഓർമ്മ വേണം. വയൗമൽ ഖബരി, കാണാത്തതാണ് ഇതൊക്കെ. അതാണ് ബിൽ ഗൈബി എന്ന് പറഞ്ഞത്. കാണാത്ത നിലക്ക്, കാണാത്തതിനെ കുറിച്ചുള്ള പേടി. ഖിയാമത്ത് നാളിലെ അദാബ് കണ്ടിട്ടില്ല, മൗത്തിന്റെ നേരത്തെ അദാബ് കണ്ടിട്ടില്ല. മരിക്കുന്നത് കണ്ടിട്ടുണ്ട്, പെടഞ്ഞ് മരിക്കുന്നത് കണ്ടിട്ടുണ്ട്, വെള്ളം ആവശ്യപ്പെട്ട് മരിക്കുന്നത് കണ്ടിട്ടുണ്ട്. മൗത്തിന്റെ നേരത്തുള്ള ശിക്ഷയും അദാബും കണ്ടിട്ടില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തേക്ക് വെള്ളം ഇങ്ങനെ അടുത്തുള്ള പാത്രത്തിൽ നിന്ന് എടുത്തൂറ്റിച്ചിട്ട് മടിയിൽ തലവെച്ച് കിടക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിലല്ലേ തങ്ങൾ തലവെച്ച് കിടക്കുന്നത്? തങ്ങൾ പറഞ്ഞൊരൊറ്റ വാക്ക്, യാ ആയിഷതു ഇന്നൽ മൗതി ലസക്കറാത്ത്. ആയിഷ ബീവി, മരണത്തിന് ധാരാളം നൊമ്പരവേദനകളുണ്ട്. നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് വേദനകൾ, പിടിച്ചു മുറുക്കുന്ന വേദനകളുണ്ട്. മുഅ്മിനായ മനുഷ്യൻ അനുഭവിക്കുമോ? അനുഭവിക്കും. മുഅ്മിനായ മനുഷ്യനും ആ വേദന അനുഭവിക്കും. പക്ഷേ അവത് സാരമല്ലാതാക്കി കളയും ഖൽബിൽ ഹിമ്മത്തുണ്ടെങ്കിൽ. അതുകൊണ്ടല്ലേ ഇവിടെ നോക്ക് നിങ്ങൾ, ചില മുഅ്മിനീങ്ങൾക്കൊക്കെ മല പോലെ വരുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ മഞ്ഞ് പോലെ ആയിത്തീരുന്ന ഖൽബിന്റെ ഹിമ്മത്താണത്. ഖൽബിന് നല്ല കട്ടിയും ഉറപ്പുണ്ടെങ്കിൽ മൗത്തിന്റെ നേരത്ത് നല്ല ധൈര്യം ഉണ്ടാവും. അതിന്റെ ഖൽബിന്റെ ഹിമ്മത്ത് ഇവിടെ ആർജിച്ചെടുക്കണമെങ്കിലുള്ള ആയുധമാണ് ഖൗഫ്, ഖൗഫുല്ലാഹി അസ്സ വജൽ.
അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക. എന്നാലേ അത് കഴിയുള്ളൂ. ശരീരത്തിന് പുഷ്ടി നൽകിക്കൊണ്ട് മാത്രമല്ല, ഖൽബിന് ശരിയായ നിലക്കുള്ള ഖശിയത്ത് നൽകിയ മനുഷ്യനാണോ, എന്നാൽ അയാൾക്ക് ആ നേരത്ത് നല്ല ജയായിരിക്കും, നല്ല ഉഷാറായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ ഒരു ബോധവും ചിന്തയുള്ള ആളാണെങ്കിൽ മൗത്തിന്റെ നേരത്തെ ആൾ കുഴങ്ങൂല. ഖൽബ് നല്ലോണം ദുഷിച്ച ആളാണോ, മൗത്തിന്റെ നേരത്തെ ആൾ കുഴങ്ങിപ്പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മരിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് മഹാനവറുകൾ പറഞ്ഞു, എനിക്കൊരു ഇൻസാനെയും പേടില്ല, ഒരു മലക്കിനെയും പേടില്ല, ഞാൻ അള്ളാഹിനും റസൂലിനും മാത്രമേ പേടിക്കൂ. അപ്പം ആ നേരത്തുള്ള വാക്കുകളൊക്കെ മക്കൾ ഇങ്ങനെ കാതുർക്കാൻ ചുറ്റും നിന്നിട്ട്, ലാ ഖാഫു അയ്യ മലക്കിൻ വയ്യ ഇൻസാൻ, ഞാനൊരു മലക്കിനെയും പേടിക്കണില്ല. എന്തിനു പേടിക്കണം? ഞാനൊരു ഇൻസാനെയും പേടിക്കണില്ല, ഞാൻ അള്ളാഹുവിനെയും അള്ളാഹിൻ്റെ റസൂലിനെയും പേടിക്കുന്നുണ്ട്. ആ വാക്ക് പറഞ്ഞ് പിന്നെ മഹാനവറുകൾ നല്ല ഉറക്കെ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് രണ്ടും കൂടി ആദ്യം ചൊല്ലി. പിന്നെ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതായി, പിന്നെ എങ്ങനെ അല്ലാ 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 എന്നുള്ളതായി. അല്ലാ 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 എന്നിങ്ങനെ ചൊല്ലി ചൊല്ലി വന്ന് അല്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ നമ്മളെ നാവ് ലാമ് ഉച്ചരിക്കുന്ന ഭാഗത്തേക്ക് നാവ് അങ്ങോട്ട് ഉയരുമല്ലോ. ആ നാവ് ഇങ്ങനെ തട്ടിയിട്ടാണ് മഹാനവറുകൾ ഇങ്ങനെ കിടക്കുന്നത്. ശരിക്ക് കലിമ ചൊല്ലിയിട്ടുണ്ട് എന്ന് പുറത്തു നോക്കിക്കാണുന്നവർക്ക് അടയാളത്തിന് പറ്റുന്ന രൂപത്തിൽ തൊള്ള കുറച്ചിങ്ങനെ തുറന്നിട്ടുണ്ട്, നാവ് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ തട്ടി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കങ്ങോട്ട് റൂഹ് പിരിഞ്ഞു പോയത്. അതങ്ങ് പിരിയാൻ ഒക്കുന്ന സമയമാകുമ്പോഴേക്ക് ശരീരത്തിൽ ഇങ്ങനെ ഒരു വിയർപ്പിന്റെ ഒരു വല്ലാത്ത ഒരു ഒഴുക്ക് തന്നെ. വിയർപ്പ് ഇങ്ങനെ ഒഴുകുന്നത് മുഅ്മിനായ മനുഷ്യന്റെ ശരീരത്തിന്റെ ഒരു അടയാളം പറയാൻ കാരണം അവന് നാണുണ്ടായിട്ടാണ്. പടച്ചോനെ, ഞാൻ എങ്ങനെ ഇങ്ങനത്തെ ഒരു മനുഷ്യൻ, ഞാൻ എങ്ങനെ അള്ളാഹിന്റെ മുന്നിൽ പോയി നിൽക്കണം? എനിക്ക് വലിയ അമലൊന്നും ഇല്ലല്ലോ. ഒരു നാണിക്കുമ്പോൾ ഉണ്ടാകുമൊരു അവസ്ഥ വരുന്നത്. നാണം തോന്നുമ്പോണ്ടല്ലോ ആൾക്കാർക്ക് ഒരു പിറകോട്ട് നിൽക്കുന്ന നൃത്തം. ഇത് മരിക്കുന്ന നേരത്ത് അല്ലാഹു തആലാന്റെ മുന്നിൽ പോയി ഞാൻ എങ്ങനെ നിൽക്കും എന്ന ഒരു നാണം മുഅ്മിനായ മനുഷ്യന് സംഭവിക്കുമ്പോൾ നാണത്തിന്റെ തോതനുസരിച്ച് വിയർപ്പിന്റെ കട്ടിയും കനവും കൂടുന്നു.